ആ ശബരിമലയിലെ ഒരു വേറെ വിഷയം കൂടി ഉണ്ടല്ലോ. കോടതി ഇന്നലെ ചോദിച്ചല്ലോ, ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെ പാലികയുടെ അതുമേൽ മൂടി പൊതിച്ചിരിക്കുന്ന സ്വർണം ആരും അറിയാതെ, കോടതിയെ പോലും അറിയിക്കാതെ, കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ, കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചീത്തയായി. എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത്, ശബരിമലയിൽ നടക്കുന്നത്, എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത്. പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിന്റെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ? UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. തിരുത്തുമോ? ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു, നാമജപ ഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ ഇല്ലേ? ആ കേസുകൾ പിൻവലിക്കുമെന്ന് അസംബ്ലിയിൽ ഉറപ്പ് നൽകിയാണ്. കേസ് പിൻവലിച്ചിട്ടില്ല, ഒരു കേസും പിൻവലിച്ചിട്ടില്ല, കേസുകൾ പിൻവലിച്ചിട്ടില്ല. 2, ഇപ്പോൾ 10ാം വർഷമായി ഈ ഗവൺമെന്റിന്റെ. 10ാമത്തെ വർഷത്തിന്റെ ഇലക്ഷന്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട്? അതിനു മുമ്പ് UDF ഗവൺമെന്റ് 112 ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി. അതിന് പകരം വനം വകുപ്പിന് 112 ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു. എന്നിട്ട് അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങി. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. 9 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് 10ാമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനും വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ്? അയ്യപ്പന്മാരെ കളിപ്പിക്കാനാണ്, അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ്. 10ാമത്തെ കൊല്ലം ഇലക്ഷന് തൊട്ട് മുമ്പ് തത്വമസിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകണം എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം വല്ലതും പറഞ്ഞിട്ടാണോ എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിക്കണം. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.